ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക സിംഹത്തെയോ പുലിയെയോ കുറിച്ചായിരിക്കും. എന്നാൽ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ഭയമില്ലാത്ത മൃഗം എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ ഒരു ജീവിയുണ്ട്. അതാണ് ഹണി ബാഡ്ജർ. പേരിൽ ഹണി അഥവാ തേൻ എന്നൊക്കെ ഉണ്ടെങ്കിലും സ്വഭാവത്തിൽ ഇവൻ അല്പം കടുപ്പക്കാരനാണ്. ആഫ്രിക്കയിലും ഏഷ്യയുടെ ചില ഭാഗങ്ങളിലും കണ്ടുവരുന്ന ഇവ കീരിയുടെ കുടുംബത്തിൽപ്പെട്ട ജീവികളാണ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയുടെ തൊലിയാണ്. ഏകദേശം 6 മില്ലിമീറ്റർ കട്ടിയുള്ള ഇവയുടെ ചർമ്മം ഒരു കവചം പോലെയാണ് പ്രവർത്തിക്കുന്നത്. സിംഹത്തിന്റെ പല്ലുകൾക്കോ മൂർച്ചയുള്ള മുള്ളുകൾക്കോ പോലും ഈ തൊലി എളുപ്പത്തിൽ ഭേദിക്കാനാവില്ല. മാത്രമല്ല, ഈ തൊലി ശരീരത്തിൽ വളരെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മൃഗം ഇവനെ പിടികൂടിയാൽ ശരീരത്തിനകത്ത് തന്നെ തിരിഞ്ഞു നിന്ന് ശത്രുവിനെ ആക്രമിക്കാൻ ഇവന് സാധിക്കും. ഹണി ബാഡ്ജറുകൾ പാമ്പുകളുടെ അന്തകനാണ്. ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷമുള്ള രാജവെമ്പാലയോ അനലിയോ ആകട്ടെ, ഹണി ബാഡ്ജറിന് അവ വെറും ലഘുഭക്ഷണം മാത്രമാണ്. ഇതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. പരിണാമത്തിലൂടെ പാമ്പു വിഷത്തെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇവരുടെ ശരീരം കൈവരിച്ചിട്ടുണ്ട്. ഒരു വലിയ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഹണി ബാഡ്ജർ കുറച്ചുനേരം അബോധാവസ്ഥയിലായേക്കാം. വെറും 2 മണിക്കൂറിനുള്ളിൽ തന്നെ അത് എഴുന്നേറ്റ് ബാക്കി പാമ്പിനെ തിന്നു തീർക്കും. ഇവ വെറും ദേഷ്യക്കാർ മാത്രമല്ല, നല്ല ബുദ്ധിശാലികൾ കൂടിയാണ്. ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റോഫൽ എന്ന ഹണി ബാഡ്ജർ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. അടച്ചിട്ട കൂട്ടിൽ നിന്നും പുറത്തു കടക്കാൻ മരക്കഷ്ണങ്ങളും കല്ലുകളും ഏണി പോലെ ഉപയോഗിച്ച് സ്റ്റോഫൽ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ ഏറ്റവും മികച്ച എസ്കേപ്പ് ആർട്ടിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ ഇവരെ വിളിക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവന് തേൻ വലിയ ഇഷ്ടമാണ്. ഹണി ഗൈഡ് എന്നൊരു പ്രത്യേക പക്ഷിയുമായി ഹണി ബാഡ്ജറിന് ഒരു കൂട്ടുകെട്ടുണ്ട്. ഈ പക്ഷി തേനീച്ചക്കൂട് എവിടെയാണെന്ന് കാട്ടിക്കൊടുക്കും. ബാഡ്ജർ അത് തകർത്ത് തേൻ കുടിക്കും. ബാക്കി വരുന്ന മെഴുക് പക്ഷിക്ക് ആഹാരമാകും. ഇത്തരത്തിൽ പ്രകൃതിയിലെ അപൂർവമായ ഒരു സഹവർത്തിത്വം ഇവിടെ കാണാം. തന്നേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള മൃഗങ്ങളെ പോലും വെല്ലുവിളിക്കാൻ ഹണി ബാഡ്ജറിന് പ്രത്യേക ധൈര്യമൊന്നും വേണ്ട. അതവന്റെ സ്വഭാവമാണ്. ഒരു കൂട്ടം ഹൈനകൾ വളഞ്ഞാൽ പോലും ഭയന്ന് ഓടുന്നതിന് പകരം അവറ്റകളെ നേരിട്ട് ആക്രമിക്കുകയാണ് ഇവൻ ചെയ്യുന്നത്. കാട്ടിലെ വേട്ടക്കാരായ പുള്ളിപ്പുലികൾ പോലും ഹണി ബാഡ്ജറിനെ അറ്റാക്ക് ചെയ്യാൻ 2 തവണ ചിന്തിക്കും. കാരണം മുറിവേറ്റാൽ മാരകമായി തിരിച്ചാക്രമിക്കുന്ന ഇവന്റെ രീതി പലപ്പോഴും വലിയ വേട്ടക്കാരെ പോലും പിന്തിരിപ്പിക്കാറുണ്ട്. വന്യതയിലെ ഏറ്റവും കരുത്തരായ സിംഹങ്ങളോട് വരെ മണിക്കൂറുകളോളം പോരാടി ജയിച്ച ചരിത്രവും ഈ കുഞ്ഞൻ പോരാളിക്കുണ്ട്. വെറുമൊരു പോരാളി മാത്രമല്ല, അതിസമർത്ഥനായ ഒരു കള്ളൻ കൂടിയാണ് ഹണി ബാഡ്ജർ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷിയുടെ മുട്ടകൾ മോഷ്ടിക്കുന്നതിൽ ഇവൻ വിരുദ്ധനാണ്. വലിപ്പമല്ല കാര്യം, മനക്കരുത്താണ് വിജയത്തിന് ആധാരമെന്ന് ഹണി ബാഡ്ജറുകൾ നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം അതിർത്തി കാക്കാൻ സിംഹക്കൂട്ടത്തോട് പോലും ഒറ്റയ്ക്ക് പൊരുതുന്ന ഈ കൊച്ചുമിടുക്കൻ പ്രകൃതിയിലെ ഒരത്ഭുതം തന്നെയാണ്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ മൃഗവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.